ഹായ് അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് കിച്ചൺ ടിപ്സ് ആയിട്ടാണ്. അപ്പോൾ നമ്മൾ കിച്ചണിൽ ഫുഡൊക്കെ ഉണ്ടാക്കുന്ന ഒരു ടൈമിൽ ഫുഡിന് കുറച്ചുകൂടി ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തെടുക്കുന്ന കുറച്ച് പൊടിക്കൈകളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. വീഡിയോ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. കണ്ടിട്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് നമ്മൾ മസാല ദോശയ്ക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ആ മസാലയിലേക്ക് ലാസ്റ്റ് നമ്മൾ കുറച്ച് ഇതുപോലെ കായം ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു മസാലയ്ക്ക് സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ കൂടുതലായി പോകണ്ട, കുറച്ച് മാത്രം ഇട്ട് കൊടുക്കുക. ലാസ്റ്റ് കുറച്ച് വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണ കൂടി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു മസാല ദോശയുടെ ആ ഫില്ലിങ് സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. പിന്നെ അതുപോലെ മൈദ വെച്ചിട്ട് നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ മൈദ ഒന്ന് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് ചെറിയ ചൂടുവെള്ളം നമ്മൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു സോഫ്റ്റ്നെസ് ഉണ്ടാവും. അതുപോലെ തന്നെ അതിലേക്ക് കുറച്ച് ഓയിലും ഒരു ടീസ്പൂണ് പഞ്ചസാരയും കൂടി ചേർത്തിട്ട് കുഴച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു എന്താ പറയുക മൈദയുടെ പത്തിരി ഒന്ന് ചുട്ടെടുക്കുന്ന സമയത്ത് നന്നായിട്ട് പൊള്ളിച്ചിട്ട് കിട്ടും. അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിരിക്കും. അതുപോലെ ഒരു 5-10 മിനിറ്റ് നന്നായിട്ട് കുഴച്ചതിൻ്റെ ശേഷം നമുക്ക് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റിയിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഓയിൽ ഒന്ന് സ്പ്രെഡ് ആക്കിയിട്ട് ഒരു 10-15 മിനിറ്റ് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. എന്നിട്ട് നമ്മൾ ഈ ഒരു മൈദപ്പത്തിരി ചുട്ടെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സോഫ്റ്റും നന്നായിട്ട് പൊള്ളച്ച് വരുന്നത് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു പത്തിരി നമുക്ക് എത്ര ടൈം വെക്കുകയാണെങ്കിലും അത് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു ടിപ്സ് ഒന്ന് ചെയ്ത് നോക്കാം. അതുപോലെ നമ്മൾ ചിക്കൻ ഫ്രൈ ആക്കുന്ന ഒരു ടൈമിൽ അത് എന്തിനായിക്കോട്ടെ, നമ്മൾ ചിക്കൻ ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് ഇനി സ്നാക്സൊക്കെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മൾ ഫ്രൈ ആക്കിയിട്ട് ബിരിയാണിയിലൊക്കെ ആയിക്കോട്ടെ, എങ്ങനെയായാലും നമ്മൾ ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് ആ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് തീ ഒന്ന് ഹൈ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആ ഒരു ചിക്കന് നല്ല റെഡിഷ് കളറായിട്ടുള്ള ചിക്കൻ ആയിരിക്കുമല്ലോ, അപ്പോൾ അത് നല്ലൊരു വൈറ്റ് കളർ ആവുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. അങ്ങനെ ചെയ്തെടുക്കുന്ന ആ ചിക്കന് നമ്മൾ കഴിക്കുന്ന സമയത്ത് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു ടിപ്സ് ഒന്ന് ചെയ്ത് നോക്കുക. പിന്നെ നമ്മൾ സ്നാക്സ് ഒക്കെ ഉണ്ടാക്കുന്ന ടൈമിൽ ഇതുപോലെ ഫ്രൈ ആക്കിയിട്ട് ചിക്കൻ ഒന്ന് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ക്രഷ് ചെയ്തിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും ആ ഫില്ലിങ്ങിന്. അതുപോലെ നമ്മൾ ചട്ടിപ്പത്തിരി ഉണ്ടാക്കുന്ന ടൈമിൽ നമ്മൾ കോഴിമുട്ടയിലേക്ക് പാല് ചേർത്ത് കൊടുക്കാറുണ്ട്. പാലിന് പകരം നമ്മൾ ഇതിലേക്ക് പാൽപ്പൊടി ചേർത്ത് കൊടുക്കുക. അതിലേക്ക് കുറച്ച് ഓയിലും കൂടി ചേർത്തെടുത്തിട്ട് അടിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ പാലിൻ്റെ പകരം പാൽപ്പൊടി ചേർത്തിട്ട് നമ്മൾ ചട്ടിപ്പത്തിരിയിലേക്ക് ആ ഒരു പത്തിരി ടിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് ആ ഒരു ബാറ്ററാണെന്നുണ്ടെങ്കിൽ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അതിന്. അപ്പോൾ ഇത് നല്ലൊരു ടിപ്സാണ്, ഇതൊന്ന് ചെയ്ത് നോക്കുക. അതുപോലെ ചട്ടിപ്പത്തിരി പോലത്തെ നമ്മൾ സ്നാക്സ് ഒക്കെ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് ഡയറക്റ്റ് നമ്മൾ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാതെ ഇതുപോലെ ഒരു പാന് ചൂടാക്കിയിട്ട് വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് നമുക്ക് ബേക്കായി കിട്ടുകയും ചെയ്യും. അടിയൊന്നും കരിഞ്ഞ് കിട്ടാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. അതുപോലെ ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ ചക്കയ്ക്കുള്ള ആ ഒരു ടൈമിലാണ് എന്നുണ്ടെങ്കിൽ കുറച്ച് ചക്ക നന്നായിട്ട് വെള്ളം ചേർക്കാതെ അരച്ചത് ചേർക്കാം. ഒരു 2-3 ചുള ചക്ക കൂടി കട്ട് ചെയ്തിട്ട് ഈ ഒരു ഉണ്ണിയപ്പത്തിൻ്റെ ബാറ്ററിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കിയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. അതുപോലെ ഉണ്ണിയപ്പം ഒന്ന് പകുതി വേവായ ടൈമിൽ നമ്മൾ ആ ഉണ്ണിയപ്പത്തിൻ്റെ മേലേക്ക് കുറച്ച് ശർക്കര മെൽറ്റാക്കിയത് ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഉണ്ണിയപ്പത്തിന് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു ടിപ്സൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ആ ഒരു ഉണ്ണിയപ്പം കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. നല്ല ജ്യൂസി ആയിട്ടാണ് ആ ഒരു ഉണ്ണിയപ്പം ഇരിക്കുക. അപ്പോൾ ഈ ഉണ്ണിയപ്പത്തിന് നമ്മൾ സാധാരണ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നതിനായിട്ടും കുറച്ചുകൂടി വ്യത്യസ്തമായിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ടിപ്സ് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക, സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. അതുപോലെ സാമ്പാറൊക്കെ ഉണ്ടാക്കിയിട്ട് എടുക്കുന്ന സമയത്ത് നമ്മൾ വെണ്ടയ്ക്ക ഡയറക്റ്റ് ഇട്ട് കൊടുക്കാതെ ഇതുപോലെ കട്ടാക്കിയിട്ട് അതിലേക്ക് ഉപ്പ് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഈ ഒരു ഫ്രൈ ആക്കിയിട്ട് എടുക്കുന്ന ആ ഒരു വെണ്ടയ്ക്ക നമ്മൾ സാമ്പാറിലേക്ക് ഇട്ട് കൊടുക്കുന്ന ആ ഒരു ടൈമിൽ ആ സാമ്പാർ കഴിക്കുന്ന സമയത്ത് സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇത് നല്ലൊരു ടിപ്സാണ്, ഇതൊന്ന് ചെയ്ത് നോക്കുക. അതുപോലെ സാമ്പാർ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ തേങ്ങ വറുത്തരക്കൽ മസ്റ്റാണ്. ആ ഒരു സാമ്പാറിന് പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. ഈ എക്സ്ട്രാ 1-2 ചേരുവകൾ കൂടി ചേർത്തിട്ടിട്ട് തേങ്ങ വറുത്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. അതിലേക്ക് നമ്മൾ കുറച്ച് നമ്മുടെ ഏത് സാമ്പാർ പൊടി നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു സാമ്പാർ പൊടിയും ഉഴുന്ന് പരിപ്പും അതുപോലെ തന്നെ കുറച്ച് ഉലുവയും ചേർത്തിട്ട് നമ്മൾ വറുത്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സാമ്പാറിന്
നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ നമ്മളൊന്ന് വറുത്തെടുത്തിട്ട് നമ്മളൊന്ന് പൊടിച്ചിട്ട് സാമ്പാറിൽ ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സാമ്പാർ സൂപ്പർ ടേസ്റ്റ് ഉണ്ടാവും. ഇനിയിപ്പോൾ നമ്മൾ സാമ്പാറിലേക്ക് വറവിടുന്ന ആ സമയത്ത് എല്ലാ ചേരുവകളും എടുത്തിട്ട് അതിലേക്ക് കുറച്ചും കൂടി കായം ചേർത്ത് കൊടുത്തിട്ട് വറുത്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ സാമ്പാറിലേക്ക് ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സാമ്പാർ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. പിന്നെ സാമ്പാറിന് ഒന്നുകൂടി ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഒരു അര ടീസ്പൂണോ അല്ലെങ്കിൽ 1 ടീസ്പൂണോ ശർക്കര ഉരുക്കിയത് കൂടി ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സാമ്പാർ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. അപ്പം നമ്മൾ എക്സ്ട്രാ ഇതുപോലൊക്കെ ടിപ്സ് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫുഡിന് കുറച്ചധികം കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ഉള്ളത്. ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുള്ള എല്ലാ സപ്പോർട്ടും ഉണ്ടാവുക. സബ്സ്ക്രൈബും ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്യട്ടോ. ഓക്കെ, ഇൻഷാ അല്ലാ, ബൈ.